ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്തിനെ ക്രൈംബ്രാഞ്ച് ഓഫീസർ ചോദ്യം ചെയ്യുകയാണ്. നീയും ചന്ദ്രയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നല്ല പരിചയക്കാരാണ്, നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. എന്താണ് നിങ്ങൾ സംസാരിക്കാറ്? അതൊന്നും കൃത്യമായി ഓർമ്മയില്ല, അന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. എങ്കിൽ പ്രേമയെ കാണാത്ത ദിവസം നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് ഓർമ്മയില്ല, കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസർ പറയാണ്, നിങ്ങൾ രണ്ടുപേരും അന്നേ ദിവസം ഒരുമിച്ച് കണ്ടിട്ടുള്ളതിന് തെളിവുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ ഒരേ ടവറിൽ വന്നിട്ടുണ്ട്. കൂടി ശരത്ത് പെട്ടെന്ന് പതറുകയാണ് കേട്ടോ. എന്നിട്ട് ഓഫീസർ പറയാണ്, ചന്ദ്ര താമസിക്കുന്ന വീടിന്റെ അതേ സ്ഥലത്ത് തന്നെയാണ് നിന്റെ മൊബൈൽ ഫോണും വന്നിട്ടുള്ളത്. ഇതിനർത്ഥം നീയും ചന്ദ്രയും ഒരേ ദിവസം ഒരേ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്, അതും ചന്ദ്ര താമസിക്കുന്ന അതേ വീട്ടിൽ നീയും ചെന്നിട്ടുണ്ട് എന്നല്ലേ അതിനർത്ഥം? അത് പിന്നെ സാർ എനിക്ക് ഓർമ്മയില്ല. അതോടുകൂടി ദേവിക പറയണ, ഓർമ്മയില്ലെങ്കിൽ നല്ല പെട കൊടുക്കണം സാർ, അപ്പോൾ ഇവന് താനെ ഓർമ്മ വരും. അപ്പോൾ ഓഫീസർ പറയണ, അതിനുള്ള സമയമായിട്ടില്ല, സമയം വരുമ്പോൾ കൊടുത്തോളാം. അല്ല, നിനക്കിപ്പോൾ ഓർമ്മയില്ല എന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം പറയാം. പാർവതി അമ്മ ഈ വീട് വിട്ടു പോകുന്ന സമയത്ത് നീയും പാർവതി അമ്മയുടെ പുറകെ ചെന്ന് എന്തൊക്കെയോ സംസാരിച്ചു. എന്തായിരുന്നു ആ സംസാരിച്ചത്? അത് പിന്നെ ഇറങ്ങി പോവരുത് എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. അങ്ങനെയല്ലേ സംസാരിക്കൂ? ഓ അത് ശരി, എന്നിട്ടും അമ്മ പോയി അല്ലേ? അമ്മ പോയി, എന്ത് ചെയ്യാനാണ്? അതെ, എന്നിട്ട് നീ തൊട്ടു പുറകെ ആയിട്ട് നീയും ഈ വീട്ടിൽ നിന്നും പോയില്ലേ? പോയി, അമ്മയെ അന്വേഷിക്കാൻ വേണ്ടിയാണ് പോയത്. എന്നിട്ട് നീ തങ്കച്ചിയെ അന്ന് രാത്രി വിളിച്ചിരുന്നു? അയ്യോ, എനിക്കത് ഓർമ്മയില്ല. എങ്കിൽ ഓർമ്മപ്പെടുത്തി തരാം. നീ അന്ന് രാത്രി തങ്കച്ചിയെ വിളിച്ചിരുന്നു? എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, വിളിച്ചിരുന്നു. എന്നാ പാർവതി അമ്മ പോയി കഴിഞ്ഞ ശേഷമാണ് നീ തങ്കച്ചിയെ വിളിച്ചത്? അതെ, ഞാൻ തങ്കച്ചിയെ വിളിച്ച് അമ്മയെ കണ്ടുപിടിക്കാൻ സഹായിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. അത് ശരി, അങ്ങനെയാണല്ലേ? എങ്കിൽ പാർവതി അമ്മ ഇറങ്ങിപ്പോയപ്പോൾ നീ എന്തുകൊണ്ടാണ് പാർവതി അമ്മയോടൊപ്പം പോവാതിരുന്നത്? എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്യാതിരുന്നത്? അത് ഞാൻ മാത്രമല്ലല്ലോ, ഇവരാരും അങ്ങനെ ചെയ്തില്ലല്ലോ. എനിക്ക് അമ്മ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ്. അമ്മയെ കാണാത്തതിൽ, അമ്മ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതിലും എല്ലാം എനിക്ക് നല്ല വിഷമമുണ്ട്. നീ ടെൻഷൻ ആവണ്ട, നിന്റെ വിഷമമൊക്കെ അധികം വൈകാതെ തന്നെ ഞാൻ മാറ്റിത്തരാം. തൽക്കാലം ഇപ്പോൾ ഞാൻ നിന്നെ ചോദ്യം ചെയ്യൽ നിർത്തുകയാണ്, പക്ഷേ വീണ്ടും എനിക്ക് നിന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വിളിച്ച ഉടനെ വന്നിരിക്കണം പറഞ്ഞ് ക്രൈംബ്രാഞ്ച് ഓഫീസർ പോവുകയാണ് കേട്ടോ. അതോടുകൂടി ശരത്ത് ദേവികയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഇപ്പം എങ്ങനെയുണ്ടടി? എന്നെ ചോദ്യം ചെയ്തിട്ട് സാറിപ്പോൾ പോയി, എന്നെ കൊണ്ടുപോയില്ലല്ലോ? നിന്നെ കൊണ്ടുപോകും, അധികം വൈകാതെ തന്നെ നിന്നെ കൊണ്ടുപോകും. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നിന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസർ ഒരു പൂട്ടും, അത് ഉറപ്പാണ്. നീ സൂക്ഷിച്ചിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ദേവിക പോകുന്നത്. അതോടുകൂടി ശരത്ത് ചെറുതായിട്ടൊന്ന് പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസർ തിരിച്ചു പോകുന്ന സമയത്താണ് സിദ്ധു ദേവികയുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടുകയാണ് കേട്ടോ. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, എന്തായി, വല്ല പുരോഗതിയും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുരോഗതി ഉണ്ട് എന്ന് തന്നെ പറയാം. അവന് ഞാനൊരു ലോക്ക് പണിയുന്നുണ്ട്. ആ ലോക്ക് ഒരിക്കലും പൊട്ടിച്ചെറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ലോക്കായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ അവനെ കൊണ്ടുപോവാതിരിക്കുന്നത്. അവൻ തന്നെയാണ് പ്രതി, പക്ഷേ അവനെതിരെയുള്ള എല്ലാ തെളിവുകളും കിട്ടിയ ശേഷമാണ് ഞാൻ അവനെ ഒരു പൂട്ടുന്നത്. അവന് ഒരിക്കലും അതിൽ നിന്നും ഊരിപ്പോവാൻ കഴിയില്ല എന്ന് പറയട്ടോ. അങ്ങനെ ബ്രാഞ്ച് ഓഫീസർ പോവുകയാണ്. സിദ്ധു ദേവികയെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി ചെല്ലട്ടോ. അപ്പോൾ ശരത്ത് തടയുകയാണ്, എവിടേക്കാണാവോ ഇങ്ങനെ കയറി പോകുന്നത്? എനിക്ക് ദേവികയെ ഒന്ന് കാണണം, അതിനിങ്ങനെ ഇടിച്ചു കയറി പോവുകയൊന്നും വേണ്ട. എന്തിനാണ് ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയത്? എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയവനെ ഞാൻ വെറുതെ വിടില്ല. ഈ വീട്ടിലേക്ക് കാല് കുത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയതൊന്നും ഞാനല്ല, അത് ഞാൻ വിശ്വസിക്കില്ലടാ. നീ തന്നെയാണ് എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ടുള്ളത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ പ്രഭാവതി അമ്മയെ കൊല്ലാൻ വേണ്ടി നോക്കിയിട്ടില്ല. അത് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവണ്ടടാ. നിന്റെ കയ്യിൽ കാശും സ്വാധീനവും ഉണ്ട് എന്ന് കരുതി കോടതി നിന്നെ വെറുതെ വിടുമായിരിക്കും, പക്ഷേ എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. അപ്പോഴത്തേക്കും മുത്തശ്ശി അവിടേക്ക് വരികയാണ്. അപ്പോൾ മുത്തശ്ശി പറയണ, ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. നീ തന്നെയാണ് പ്രഭാവതിയെ കൊല്ലാൻ വേണ്ടി നോക്കിയത്. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്താനുള്ള ഒരു അവകാശവുമില്ല. മര്യാദയ്ക്ക് നീ പോകുന്നുണ്ടോ എന്ന് മുത്തശ്ശിയും ചോദിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് ദേവിക വരികയാണ്. അപ്പോൾ ദേവിക പറയണ, സിദ്ധു എവിടേക്കും പോകുന്നില്ല. സിദ്ധുവിന് ഈ വീട്ടിൽ കാലെടുത്ത് കുത്താനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം, ഈ വീട് എൻ്റെ പേരിലായിരിക്കുന്നിടത്തോളം കാലം സിദ്ധു ഈ വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യും, എന്നെ കാണുകയും ചെയ്യും. അപ്പോൾ മുത്തശ്ശി പറയണേ, നീ എൻ്റെ വാക്ക് ധിക്കരിക്കാനൊക്കെ ആയല്ലേ? മുത്തശ്ശിയുടെ വാക്ക് ധിക്കരിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ ശരത്തിന് വേണ്ടിയാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. മുത്തശ്ശിയുടെ നാശത്തിനാണ് ഇവനെ വിശ്വസിക്കുന്നത്. ഇവനെ മാത്രമല്ലേ മുത്തശ്ശി വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ മുത്തശ്ശിയുടെ നാശത്തിനാണ് എന്ന് പറഞ്ഞതോടെ മുത്തശ്ശി പെട്ടെന്ന് അങ്ങ് പതറുകയാണ് കേട്ടോ. ഇവള് പറയുന്നതിലൊക്കെ വാസ്തവം ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്തയോട് കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ദേവിക സിദ്ധുവിനോട് പറയണേ, സിദ്ധു വാ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കാം കേട്ടോ. അപ്പോൾ അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ ശരത്ത് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും ചെയ്യാണ്. അപ്പോൾ സിദ്ധു പറയണം, ഞാൻ SP ഓഫീസിൽ പോയി വരികയാണ്. ഇപ്പോഴാണ് പാർവതി അമ്മയുടെയും പ്രേമേച്ചിയുടെയും അതായതിനെക്കുറിച്ച് ഗൗരവത്തിൽ എടുത്തിട്ടുള്ളത്. കാണാതായി എന്നുള്ളത് അറിയാം, പക്ഷേ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പറയുമ്പോഴാണ്
അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. ദേവിക പറയണേ, സിദ്ധുവിന് സംശയമുള്ളവരുടെയൊക്കെ പേര് പറയാമായിരുന്നില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, 2 പേരുടെയാണ് എനിക്ക് സംശയമുള്ളത്. ഒന്ന് ചന്ദ്ര, മറ്റേത് ശരത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരും കേട്ട് കഴിഞ്ഞപ്പോൾ SP എന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അവരെ കാണാതായവരെ കണ്ടുപിടിച്ച് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദേവിക പറയണേ, ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ, എന്നിട്ട് ഒരു പുരോഗതിയും ഇല്ലല്ലോ. അങ്ങനെയല്ല ദേവിക, ഇനി പുരോഗതി ഉണ്ടാകുമെന്ന് തന്നെയാണ് SP എന്നോട് പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള പ്ലാനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്ലാനോ? എന്ത് പ്ലാന്? പ്രത്യേകം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ തന്നെയാണ് അവർ ഈ ഒരു കേസ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ കേസ് മാത്രമായിരിക്കും അന്വേഷിക്കുന്നത്. അവർ പ്രത്യേകിച്ചും അന്വേഷിക്കാൻ പോകുന്നത് മെന്റൽ ഹോസ്പിറ്റലുകളും ഹോസ്റ്റലും അതുപോലെ പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളും ഒക്കെയാണ് അവർ കൂടുതൽ അന്വേഷിക്കാൻ പോകുന്നത്. അതൊക്കെ കേൾക്കുന്ന ശരത്തിന് ഇവർ പിടുത്തം വീഴ്ത്തുമോ എന്നുള്ള പേടിയോട് കൂടിയാണ് കേട്ടോ. ഇവരെന്നെ കയ്യോടെ പൊക്കുമോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചതെല്ലാം ഇവർ മനസ്സിലാക്കുമോ എന്നുള്ള പേടിയോട് കൂടിയാണ് നിൽക്കുന്നത്. ദേവിക പറയണ, മെന്റൽ ഹോസ്പിറ്റൽ അത് ശരിയാണ്, ശരത്തിന് അവിടെ നല്ല പിടിപാടുണ്ട്. കാരണം നമ്മൾ അന്ന് ആ ശരവണനെ കണ്ടുപിടിച്ചത് ആ സ്ഥലത്ത് നിന്നല്ലേ. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്ഥാപനം ഇല്ല, ഇപ്പോൾ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. നല്ല മിടുക്കന്മാരാണ് കേസ് അന്വേഷിക്കാൻ പോകുന്നത്. അവർ എല്ലാ റിപ്പോർട്ടുകളും SP-ക്ക് നേരിട്ടാണ് കൈമാറുക. അതുകൊണ്ട് നമ്മളുടെ കാത്തിരിപ്പിന് എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. അത് കേൾക്കുന്ന ശരത്തിന് പിന്നെ പേടിയാവുകയാണ്. അങ്ങനെ ശരത്ത് മാറി നിന്ന് പിന്നെ തങ്കച്ചിയെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, തങ്കച്ചി എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് പോവാൻ തയ്യാറായിക്കോ. അതെന്തു പറ്റി ശരത്തെ, എന്താ ഉണ്ടായത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്, അതും SP-യുടെ നേതൃത്വത്തിൽ. അപ്പോൾ അവരിപ്പോൾ കേസ് അന്വേഷിക്കാൻ പോവുകയാണ്. ഏത് കേസ്? പാർവതിയുടെയും പ്രേമയുടെയും മിസ്സിംഗ് കേസാണ് അന്വേഷിക്കാൻ പോകുന്നത്. അതോടുകൂടി തങ്കച്ചി അടക്കം എല്ലാവരും അകത്ത് പോകും. അതിന് ഞാൻ എന്തിനാണ് അകത്ത് പോകുന്നത്? അതിനൊക്കെ ഉത്തരവാദി നീയല്ലേ അകത്ത് പോകുന്നത്. പിന്നെ പാർവതിയുടെ കാര്യത്തിൽ അത് നീ ടെൻഷൻ ആവണ്ട. പാർവതിയെ ഒരിക്കലും അവർ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. പക്ഷേ പ്രേമയുടെ കാര്യം അങ്ങനെയല്ല. എന്ത് ചെയ്യണം എന്നുള്ളത് നീ തന്നെ തീരുമാനിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തിക്കോ. അല്ല എന്നുണ്ടെങ്കിൽ നീ അകത്ത് പോകും. പിന്നെ ഞാൻ ഒരിക്കലും അകത്ത് പോകുമെന്ന് നീ കരുതണ്ട. ഈ 2 കേസിലും ഞാനല്ല, നിന്നെ ഒന്ന് സഹായിച്ചു എന്ന് മാത്രം. പക്ഷേ പാർവതിയുടെ കാര്യത്തിൽ നീ ഒരു ടെൻഷനും വിചാരിക്കേണ്ട. പാർവതിയെ ഒരിക്കലും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധവരെ ഞാൻ മാറ്റിക്കോളാം. പിന്നെ നിന്നെ സഹായിച്ചു എന്ന് കരുതി എന്നെ മുക്കാനൊന്നും നോക്കണ്ട. ഈ തങ്കച്ചിയെ കൊടുക്കാമെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. എനിക്കിതിൽ നിന്നും ഓരിപ്പോരാൻ എനിക്കറിയാം. അപ്പോൾ ശരത്ത് പറയണം, ഞാൻ വഴക്കുണ്ടാക്കാൻ വിളിച്ചതല്ല തങ്കച്ചി. ഈ കേസ് എങ്ങനെയെങ്കിലും ഒതുക്കാൻ കഴിയുമോ? ഇല്ല, ഈ കേസിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായും നമ്മളിലാണ് ആദ്യം സംശയം വരിക. അതുകൊണ്ട് ഇതിലിപ്പോൾ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാർവതിയെ കാണാതായതിൻ്റെ പിന്നിൽ ഞാനും നീയും എന്തായാലും അകത്ത് പോകാൻ പോകുന്നില്ല, അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ പ്രേമയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനമെടുക്കണം. അതും ഫോൺ വെച്ച ശേഷം ആലോചിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ. അതോടുകൂടി പ്രേമയെ എന്ത് ചെയ്യണം എന്ന് ശരത്ത് ആലോചിക്കുകയാണ്. അങ്ങനെ ശരത്ത് പെട്ടെന്ന് തന്നെ സ്വാമിക്ക് വിളിക്കുകയാണ്. എന്നിട്ട് സ്വാമിയോട് പറയണ, സ്വാമിക്ക് ഗുണം കൂടിയുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എനിക്ക് സ്വാമിയെ ഒന്ന് നേരിട്ട് കാണണം എന്ന് പറയുമ്പോൾ, എന്താണെങ്കിലും നീ പറ, ഞാൻ കേൾക്കട്ടെ. ഫോണിലൂടെ പറഞ്ഞോ? ഇല്ല, ഫോണിലൂടെ പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തോ ഒരു കുരുട്ടുബുദ്ധിയാണല്ലോ. എന്താണെങ്കിലും എന്നെ കൊടുക്കാനുള്ളതാണോ? അല്ല, സ്വാമിക്ക് ഗുണമുള്ള കാര്യമാണ്. എങ്കിൽ ഞാൻ നിന്നെ കാണാൻ വരാം എന്ന് പറഞ്ഞിട്ടാണ് സ്വാമി ഫോൺ വെക്കുന്നത്. പിന്നീട് രാത്രിയാകുന്ന സമയത്ത് ശരത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ദേവിക ചെല്ലാണ്. എന്നിട്ട് ദേവിക അഭിനയിച്ചുകൊണ്ട് പറയുകയാണ്, ശരത്തെ, ഞാനിപ്പോൾ ഒരു ജോത്സ്യനെ കണ്ടിട്ടാണ് വരുന്നത്. ജോത്സ്യനോ? എന്തിനും? ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് പരിശോധിക്കാൻ വേണ്ടി. പക്ഷേ ആ സമയത്താണ് ജോത്സ്യർ പറഞ്ഞത് ഈ വീട്ടിൽ ബാധയുണ്ടെന്ന്. അത് തന്നെയല്ലേ നിങ്ങളോട് ഞാൻ പല തവണയായി പറയുന്നത്? അതെ, പക്ഷേ ഈ വീടിലല്ല ബാധയുള്ളത്, ഇപ്പം അടുത്താണത്ര ഈ ബാധ കയറിയത്. അപ്പോൾ ശരത്തിനൊരു സംശയം വരും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, ഈ കാറില്ലേ, ഈ കാറാണ് ബാധ എന്നാണ് പറയുന്നത്. കാറിൽ ബാധയുണ്ട് എന്നാണ് ആ ജോത്സ്യർ പറഞ്ഞത്. അപ്പോൾ ആ കാറങ്ങ് വിൽക്കാനല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളോട്? അത് ശരിയാണ്, പക്ഷേ പ്രിയ വാങ്ങിയ കാറില്ലോട് പറഞ്ഞാൽ അവൾ അതൊന്നും വിശ്വസിക്കുകയുമില്ല, കാർ വിൽക്കാനും സമ്മതിക്കില്ല. അതുകൊണ്ട് ശരത്ത് എനിക്കൊരു സഹായം ചെയ്യുമോ? ഞാൻ സഹായം ചെയ്യാനോ? അതെ, പ്രിയ അറിയാതെ ഈ കാർ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് മാറ്റിത്തരുമോ? ഞാനത് സ്റ്റാർട്ടാക്കിയാലൊന്നും അത് സ്റ്റാർട്ടാവില്ല. അത് ആ സമയത്തല്ലേ, ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ശരത്ത്, ഉറപ്പായും ആ കാർ സ്റ്റാർട്ടായിക്കോളും എന്ന് പറയട്ടോ. അങ്ങനെ കാറിൻ്റെ കീ ശരത്തിന് കൊടുക്കുക കേട്ടോ. അങ്ങനെ ശരത്ത് കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും പ്രിയ കാറിനകത്ത് കയറി അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് ശരത്ത് കാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പ്രിയ കാർ അങ്ങ് സ്റ്റാർട്ടാക്കുകയാണ് കേട്ടോ. അതോടുകൂടി ശരത്തൊന്ന് പേടിച്ചു പോവുകയാണ്. എന്നിട്ട് കാറിൻ്റെ കീ ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കാണ്ടോ, കാറിൻ്റെ ചാവി എൻ്റെ കയ്യിലുണ്ടല്ലോ, എന്നിട്ട് എങ്ങനെയാണ് ആ കാറ് സ്റ്റാർട്ടായത് എന്നുള്ള ഭാവത്തിലിട്ടോ. എന്നിട്ട് ശരത്ത് പേടിയോടുകൂടി വീണ്ടും ഇടത്തേക്ക് ചെല്ലാൻ നിൽക്കുമ്പോഴത്തേക്കും കാറിൻ്റെ ഹെഡ്ലൈറ്റും ഒക്കെ അങ്ങ് ഓണാക്കുകയാണ് പ്രിയ. അപ്പോൾ ഇതെല്ലാം തന്നെ ദേവിക അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് ദേവിക അങ്ങനെ പുഞ്ചിരിക്കുകയാണ് ശരത്തിൻ്റെ ആ പരിഭ്രമവും പേടിയൊക്കെ കാണുമ്പോൾ. അങ്ങനെ ശരത്ത് പെട്ടെന്ന് കാല് ബാക്കിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിത്യ സംസാരിക്കുന്നത് പോലെ പ്രിയ പറയുകയാണ്, ശരത്തേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. 2-3 തവണയായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ശരത്ത് ആരാണത് എന്ന് ചോദിക്കേട്ടോ. ഞാനാണ് ശരത്തേട്ടൻ്റെ നിത്യക്കുട്ടിയാണ്. ശരത്തേട്ട, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എവിടെ? ഞാൻ പരലോകത്ത്. ഞാനിവിടെ ഒറ്റയ്ക്കാണ് ശരത്തേട്ട. ശരത്തേട്ടനും കൂടി ഇവിടേക്ക് വന്നാൽ എനിക്ക് കൂട്ടാ
ആയേനെ എന്ന് പറഞ്ഞതോടുകൂടി ശരത്ത് പേടിച്ചു പോവാട്ടോ. അപ്പോൾ ശരത്ത് ദേ എന്നെ വെറുതെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, നീ ആരാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നിത്യയുടെ ആത്മാവ് ശരത്തിൻ്റെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. അതോടുകൂടി ശരത്ത് പേടിച്ചു പോവുകയാണ് കേട്ടോ. എന്നിട്ട് ശരത്ത് കാറിൻ്റെ അടുത്ത് നിന്നും ഓടിപ്പോവുകയാണ്, തിരിച്ചോടിപ്പോവുകയാണ് പേടിയോടുകൂടി. അപ്പോൾ ഇതെല്ലാം കാണുന്ന ദേവിക നന്നായിട്ട് തന്നെ സന്തോഷിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ പ്രിയയും ദേവികയും കൂടി ശരത്തിനെ നല്ലതുപോലെ അങ്ങ് പേടിപ്പിക്കുകയാണ്, നിത്യയാണെന്ന് അങ്ങ് വരുത്തി തീർക്കുകയാണ് കേട്ടോ. പക്ഷേ നിത്യയുടെ ആത്മാവ് ശരിക്കും ശരത്തിൻ്റെ പുറകിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ശരത്ത് നിത്യയുടെ ആത്മാവിനെ കണ്ട് പേടിച്ച് വീട്ടിലേക്ക് കയറി പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.